അമ്മേ നാരായണ. ഇന്ന് പുറ്റിങ്ങലമ്മയുടെ സന്നിധിയിൽ നടന്ന ലക്ഷാർച്ചനയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ 8:30 മുതൽ തുടങ്ങിയ ഈ ലക്ഷാർച്ചന വൈകുന്നേരത്തോടെ സമാപിക്കുകയും അർച്ചനയിലുടനീളം അമ്മയുടെ ചൈതന്യം ദർശിക്കാൻ കഴിഞ്ഞുവെന്ന് ലക്ഷാർച്ചനയുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചവർ അഭിപ്രായപ്പെട്ടു. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്നവരാണ്. ഞങ്ങളുടെ ഒരു ലക്ഷാർച്ചന സമിതിയുണ്ട്, അനന്തപുരി മൂകാംബിക ലക്ഷാർച്ചന സമിതി എന്നാണ്. 5-6 കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് പുറത്ത് ഉള്ള സ്ഥലങ്ങളിലുള്ള അമ്പലങ്ങളിലും ലക്ഷാർച്ചന, അതേപോലെ രുദ്രേകാദശി, പിന്നെ ദേവീമാഹാത്മ്യ പാരായണം, ഇതുപോലുള്ള എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ പോകാറുണ്ട്. എൻ്റെ പേര് ചന്ദ്രശേഖരൻ പൊറ്റി എന്നാണ്. ഞാൻ ഈ ലക്ഷാർച്ചന സമിതിയുടെ മുഖ്യ ഭാരവാഹിയാണ്. കേരളത്തിലുടനീളം എല്ലാ അമ്പലങ്ങളിലും ഇതുപോലുള്ള ലക്ഷാർച്ചനകളും എല്ലാ ദേവന്മാരുടെ അമ്പലങ്ങളിലും, അത് കൃഷ്ണനായാലും ദേവിയായാലും ഗണപതിയായാലും സുബ്രഹ്മണ്യനായാലും ശിവനായാലും എല്ലാ സ്ഥലങ്ങളിലും ഈ ലക്ഷാർച്ചന പതിവായിട്ട് നടത്താറുണ്ട്. ഇന്നിവിടെ ഈ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ലക്ഷാർച്ചന പങ്കുചേരുന്നത്. 2 മാസം മുമ്പ് ഇവിടുത്തെ ഭാരവാഹികൾ എന്നെ സമീപിച്ച് ഇവിടെ ഒരു ലക്ഷാർച്ചന നടത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇതുപോലുള്ള ഒരു പുണ്യപുരാണ ഒരു മഹാക്ഷേത്രത്തിൽ ലക്ഷാർച്ചന നടത്തുവാൻ ഞങ്ങളുടെ ഈ അനന്തപുരി മൂകാംബിക ലക്ഷാർച്ചന സമിതിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. ഞങ്ങളിത് ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ അത് മനസ്സിലാക്കി. കാരണം ഇന്ന് രാവിലെ മുതൽ ലക്ഷാർച്ചന 8:30 മണിക്ക് തുടങ്ങിയത് മുതൽ അതിൻ്റെ പര്യവസാനം വൈകുന്നേരം കലശം ആടിയത് വരെയുള്ള സമയത്ത് യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് അന്തരീക്ഷം വളരെ സഹായിച്ച് ഞങ്ങളുടെ ലക്ഷാർച്ചന വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവി അനുഗ്രഹിച്ചു എന്നുള്ളതിൽ ഒരു പരമസത്യമാണ്. ഈ ലക്ഷാർച്ചന ഇന്നിവിടെ പങ്കെടുത്തത് ഒരു മഹാസമുദ്രം തന്നെയാണ്, ജനങ്ങളുടെ ഒരു മഹാസമുദ്രം തന്നെയായിരുന്നു. ഇവിടെ ലക്ഷാർച്ചന തുടങ്ങിയത് മുതൽ ഇവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. രാവിലെ ഇവിടെ നടന്ന പ്രഭാത ഭക്ഷണം, അതിനുശേഷം നടന്ന അന്നദാനം, എല്ലാത്തിലും ഭക്തജനങ്ങൾ എല്ലാവരും പങ്കുകൊണ്ട് വളരെ സംതൃപ്തരായിട്ടാണ് എല്ലാവരും മടങ്ങിയത്. ഇന്ന് ഇവിടുത്തെ അന്നദാനം എന്ന് പറയുന്നത് എല്ലാവരെയും വിളിച്ച് ഇരുത്തി തൂശനിലയിട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എന്നുള്ളതാണ് വലിയൊരു പ്രാധാന്യം. എല്ലാവരും വയറ് നിറച്ച് ആഹാരം കഴിച്ച്, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ലക്ഷാർച്ചനയും കണ്ട് വളരെ സായുജ്യമടഞ്ഞിട്ടാണ് എല്ലാവരും പോയിരിക്കുന്നത്. ഇന്ന് ഞങ്ങളിവിടെ ലക്ഷാർച്ചന നടത്തുമ്പോൾ തന്നെ ഞങ്ങളിവിടെ കണ്ടായിരുന്നു ഒരുപാട് സ്ത്രീജനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞങ്ങൾ പറയുന്ന നാമാവലി അവർ ഏറ്റു പറയുന്നുണ്ടായിരുന്നു. ഇത്രയും ഒരു ജനസമുച്ചയം, ഇത്രയും ഒരു ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇന്നിവിടെ പുറ്റിങ്ങൽ കണ്ടത് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ ലക്ഷാർച്ചന നടത്തിയത് കാരണം ഇവിടുത്തെ ദേശവാസികൾക്കും ഇവിടുത്തെ അമ്പലത്തിനും നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, നാളെയും മറ്റന്നാളും കൂടി ഇവിടെ നടക്കാനിരിക്കുന്ന മൂകാംബിക തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന നവചണ്ഡികാ യാഗം, നാളെയും മറ്റന്നാളെയും നടക്കുന്ന ഈ യാഗത്തിലും എല്ലാ ദേശവാസികളും പങ്കുകൊള്ളും. എല്ലാവരും പങ്കുചേർന്ന് ആ യാഗത്തിൻ്റെ ഒരു സംതൃപ്തിയും ലഭിച്ച് എല്ലാവരും ഈ അമ്പലത്തിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രത്യാശ, ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇന്ന് കണ്ട ഈ ജനങ്ങളുടെ ഒരു തിരക്ക് മാത്രമല്ല നാളെ മറ്റന്നാളെ അനുഭവപ്പെടാൻ പോകുന്നത്. കാരണം കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു നവചണ്ഡികായാഗം ഈ അമ്പലത്തിൽ നടക്കുന്നത്. ഈ നവചണ്ഡികായാഗം കാണുവാനും അതിൽ പങ്കെടുക്കുവാനും ഇവിടുത്തെ ദേശവാസികൾ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. ഈ അവസരം അവരെ ഉപയോഗപ്പെടുത്തി ഈ നവചണ്ഡികായാഗം ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് ആ യാഗത്തിൻ്റെ എല്ലാം കണ്ട് അതിൻ്റെയും പ്രസാദം മേടിച്ച് ദേവിയുടെ സർവ്വകാരുണ്യം നേടി എല്ലാ അനുഗ്രഹ ആശീസ്സുകളും നേടി ഈ ദേശവാസികൾ തിരിച്ചു പോകുന്നുള്ളത്, മടങ്ങി പോകുന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ അമ്പലം ഇനിയും മുകളിൽ അഭിവൃദ്ധി പ്രാപിച്ച് ഈ ലക്ഷാർച്ചന മാത്രമല്ല, ലക്ഷാർച്ചന മുകളിൽ ദശലക്ഷാർച്ചനയും നവചണ്ഡികായാഗത്തിന് മുകളിൽ വലിയ വലിയ യാഗങ്ങൾ നടത്തുവാനുള്ള ഒരു അവസരം ഈ അമ്പലത്തിൽ ലഭിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല.
ഇവിടുത്തെ ദേശവാസികൾക്കും ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും ഒരു ശമനവും കിട്ടുന്നുള്ള യാതൊരു സംശയമില്ല. അത്രത്തോളം ഈ ലക്ഷാർത്ഥത്തിൽ നിന്ന് തന്നെ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതുപോലെ നല്ല അവസരങ്ങൾ ലഭിക്കുവാനും നല്ല നല്ല കാര്യങ്ങൾ ഈ അമ്പലത്തിൽ നടത്തുവാനും ഭാരവാഹികൾക്ക് കഴിയണമെന്നുള്ളതും ദേവിയുടെ അനുഗ്രഹം അവർക്ക് ലഭിക്കണമെന്നുള്ളതും എല്ലാവരുടെയും ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അമ്പലത്തിൽ പല പല കാര്യങ്ങളും നടന്ന് പല അഭിവൃദ്ധികളും സ്ഥാപിച്ച് ഇവിടുത്തെ ദേശവാസികൾക്ക് എല്ലാവർക്കും നല്ല സുഖം കിട്ടണമെന്നും നല്ല ആരോഗ്യം കിട്ടണമെന്നും നല്ല കുടുംബക്ഷേമ ഐശ്വര്യമായിട്ടിരിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം ഇന്ന് ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെടുന്ന ഒരു അമ്പലമായി മാറിയിരിക്കുകയാണ്. അത് ഇനിയും അതിൽ മുന്നോട്ട് പോകുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ഭക്തജനങ്ങൾക്കും ഒന്നും കൂടി എൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഈ അമ്പലത്തിലേക്ക് വീണ്ടും വരുവാൻ പല യാഗങ്ങളും പങ്കെടുക്കുവാനുമുള്ള അവസരം ലഭിക്കുമെന്നുള്ളതിനും യാതൊരു സംശയമില്ല. നന്ദി, നമസ്കാരം.